வரிசையும் மழை பாடும் பாடல்களும் ஒரு மௌனம் போல் இன்பம் தருமோ கோடி கீர்த்தனமும் கவி கோர்த்த வார்த்தைகளும் துளி கண்ணீர் போல அர்த்தம் தருமோ வெள்ளை பூக்கள் உலகம் எங்கும் மலர்கவே விடியும் பூமி அமைதிக்காக വിടിയവേ. FJ Vlogs പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു അടിപൊളി കുളി, അതുപോലെ തന്നെ കുളിക്കാൻ പോകുന്ന കുളത്തിൻ്റെ അടിയിലുള്ള ഭാഗങ്ങൾ. കുളമല്ല, റോക്ക് പൂളാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്, പക്ഷേ പ്രൈവറ്റ് പൂളെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുളിക്കണ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ അടിയിലെ കുറച്ച് കാഴ്ചകൾ. എൻ്റെ മുന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുളത്തിൻ്റെ അടിയിലേക്ക് മൊബൈൽ ഇട്ടിട്ട് ചെയ്തിരുന്ന വീഡിയോകൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. വീഡിയോക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് കുളത്തിൻ്റെ അടിയിൽ എന്താണ് അങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുപോലെ സെയിം ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുളത്തിൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നിഷാദ്, നസീറിനെ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അഫ്സലെ അടക്ക്. അഫ്സല് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പറയണം. ഓക്കെ. റംഷാദ് ഞാൻ പറയുന്നില്ല, പിന്നീട് പറയാം. വേറെ നിഷാദ്. അപ്പോൾ മൊത്തം 2 നിഷാദ്, ഒരു നസീർ, ഒരു റംഷാദ്, ഒരു അഫ്സല്. പിന്നെ ഇവന്റെ പേര് ഞാൻ പറയണമെന്നില്ല. ഇവന് നമ്മൾ പ്രത്യേക ഒരു എപ്പിസോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. 1001 ഫലിതങ്ങൾ. അതെ, നമ്മുടെ യാത്രയുടെ സഞ്ചാരി, നമ്മുടെ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയാം അല്ലേ, സജീർ. ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ സജീറാണ്. സജീറിനെ പല വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ 8 പേരാണ് ഉള്ളത്. ഞങ്ങൾ 8 പേരും 3 വണ്ടിയിലായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ നമ്മളൊരു 4 മണിക്ക് എണീറ്റിട്ട് വരാമെന്നുള്ള പ്ലാൻ ചെയ്തെങ്കിലും 5:30 നമുക്ക് വരാൻ പറ്റുള്ളൂ. 5:30 വന്ന് ഇവിടെ എത്തുമ്പോൾ ഏകദേശം 7-7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഫോട്ടോ എടുപ്പും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അവിടെ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണേണ്ട ഏകദേശം മനസ്സിലാവും. നല്ലൊരു മലയോര പ്രദേശമാണ്. ഇത് ഏകദേശം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇത് ഏത് സ്ഥലം എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ നേരെ പൂളിലേക്ക് ചാടാം. യൂസഫേ, അനക്ക് നീന്തറിയോ? നിനക്കോ? പിന്നെ നീന്തറിയോ? സുജീറ, എടാ നീന്ത അറിയില്ലെങ്കിൽ അവിടെ നിൽക്കണ്ട. ഞാൻ നേരത്തെ സ്ലിപ്പായതാ. ചാടാ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ സമയം 8 മണിയായി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊന്നും അല്ല. കാരണം നമ്മൾ രാവിലെ 5:30 എണീറ്റാണ്. ആക്ച്വലി ഞങ്ങളിത് 4 മണിക്ക് പോരണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് സൺറൈസൊക്കെ ഒന്ന് കാണാം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ സുബീസ്കരിച്ചതിൻ്റെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഡിലായി. പിന്നെ ഇവർ തലേദിവസം കളിക്കാൻ പോയിട്ടൊക്കെ വരുമ്പോൾ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇപ്പോഴെത്തിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി റൂമിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ വെച്ച് കഴിക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ്. അയ്യോ, ഇത് 2:30 2:30 ഒന്നല്ലോ. ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ കുളിയും കഴിക്കാം. എന്നിട്ട് എവിടെയെങ്കിലും പായക്കെട്ടി കുറച്ച് നിന്ന് വർത്തനക്കോളം പോകാം. അതല്ലേ കുളിക്കാം. ആരൊക്കെ നീന്തറിയാത്തൊരു കൈ വെക്കൂ. നീന്തറിയാത്തൊരു കൈ വെക്കൂ. കൈ വെക്ക്. അപ്പൊ ആരാ ഫസ്റ്റ്? ആരാ ഫസ്റ്റ് ചാടാൻ പോകുന്നത്? ചാട്ടം വാ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150
ഇവന്റെ ഫോട്ടോ എടുത്തോക്കെ രണ്ടുപേരും കഴിഞ്ഞിട്ടില്ലേ? ഇവന് എവിടെ പോയാലും ആദ്യം ഫോട്ടോ കിട്ടണം. ഇവനൊക്കെ പെണ്ണ് നോക്കുന്നല്ലേ? അതെ. പോടാ ആ സാധ്യത തണുപ്പിട്ടാ ഒടുക്കത്തെ തണുപ്പ്. ചാടണ്ട പതുക്കെ ഇറങ്ങിട്ട് നടന്നാൽ സ്ലിപ്പായി. എന്താണത്? ബ്രെഡ് എടുത്തിട്ട് മീനിന് കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ പാറയുടെ ഇടയിൽ നിന്നോണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാല് ഇന്ന് താഴത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് മീനുകൾ കണ്ടില്ലേ, കാലം വന്നിട്ട് കൊത്തുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കാണിച്ചു തരാം. താങ്ക്സ് ബ്രോ. ജാമ് കുറച്ച് മുന്നുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു പ്രൈവറ്റ് പൂളുകളിൽ പോയിട്ട് ഇതേപോലെ കിടന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നു. പക്ഷെ അത് നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയല്ലേ. കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു സ്കൂബ ഡൈവ് ചെയ്യണമെന്നുള്ളത്. ഞാൻ പലപ്പോഴും ജാബിലുള്ളപ്പോൾ പോലും ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് ചിന്തിച്ചിരുന്നു ഒരു സ്കൂബ ഡൈവ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഒരു സ്കൂബ ഡൈവ് ചെയ്ത ഫീലാണ്. കാരണം മീനുകളെ കൊണ്ട് രക്ഷയില്ല, ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ ആ ഒരു വിഷ്വൽസ് അത് ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്നത് എത്ര ഭംഗിയുണ്ടെന്ന് അറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ സത്യത്തിൽ. വെള്ളത്തിൻ്റെ അടിയിൽ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് എൻ്റെയൊക്കെ ക്യാമറ ഉണ്ടായിരുന്നില്ല, ഞാൻ മൊബൈൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഞാനിതുപോലെ എൻ്റെ പറമ്പിലൊരു കുളത്തിൽ മൊബൈൽ ഇട്ടപ്പോൾ അതിൻ്റെ അടിയത്തെ കാഴ്ചകൾ എന്താണെന്നുള്ള ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. അന്ന് നമ്മളൊക്കെ വാട്ടർ പ്രൂഫ് ക്യാമറ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇതിൻ്റെ അടി വന്നിട്ട് ആ വിശ്വാസം കൊടുത്തപ്പോഴേക്ക് ഭയങ്കര സന്തോഷം. കാരണം നല്ല രസമുള്ള കുറേ ഫിഷുകൾ കാണാൻ പറ്റി. ഇതിൽ നമ്മൾ സാധാരണ ബീച്ചിലാണ് പോയിട്ട് ചെയ്യാറ്. ബീച്ചിൽ പോകുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഉപ്പുവെള്ളമായിരിക്കും. ഇത് നല്ല അടിപൊളി കിട്ടില്ല വെള്ളം. ഇനിയിപ്പോൾ ആ ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് ജസ്റ്റ് പോയി നോക്കല്ലേ. ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, ഒന്ന് പോയി നോക്കണം. ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം എന്താണെന്നുള്ള അറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. காற்றின் பேரிசையும் மழை பாடும் பாடல்களும் ஒரு மௌனம் போல் இன்பம் தருமோ கோடி கீர்த்தனமும் கவி கோர்த்த வார்த்தைகளும்
തുളി കണ്ണീർ പോലർത്ഥം തരുമോ ഫ്രണ്ട്സ്, ഞങ്ങളെ കാലിന്റെ അടിയിൽ കുറെ മീനുകൾ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാട്ടോ. வெள்ளைப்பூக்கள் உலகம் எங்கும் மலர்கவே விடியும் பூமி அமைதிக்காக விடியவே மண்மேல் மஞ்சள் வெளிச்சம் விழுகவே மலரே சோம்பல் முறித்து எழுகவே குழந்தை விழிக்கட்டுமே தாயின் கதகதப்பில் உலகம் விடியட்டுமே பிள்ளையின் சிறு முதல் சிறப்பு வெள்ளை பூக்கள் உலகம் எங்கும் மலர்கவே விடியும் பூமி அமைதிக்காக விடியவே. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. മൺമേൽ മഞ്ചൾ വെളിച്ചം വിഴുകവേ മലരെ സോമ്പൽ മുറിത്ത് எழுகவே குழந்தை விழிக்கட்டுமே தாயின் கதகதப்பில்